ഇത് നമ്മൾ ഏത്തപ്പഴവും മുട്ടയും അതുപോലെ മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ ഇതുപോലൊരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കനം കുറച്ച് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി ഏത്തപ്പഴം ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് വലിയൊരു സ്പൂണിനോ 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. 2 മിനിറ്റ് നേരം ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും 2 മിനിറ്റ് നേരം മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അവലും 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദ നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പുപൊടിയും പിന്നെ ഒരു മുട്ടയും പിന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് നമ്മളുണ്ടല്ലോ പാൻ വൃത്തിയാക്കി വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ആ മാവുണ്ടല്ലോ എല്ലാ വശവും ഒരേ രീതിയിലൊന്ന് സ്പ്രെഡായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഉണ്ടല്ലോ അതൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് നിരത്തി കൊടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് നിരത്തിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡുണ്ടല്ലോ ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പൊട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ പലഹാരത്തിന് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് വീണ്ടും പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് സ്വല്പം നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പലഹാരം ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് പ്ലേറ്റ് വീണ്ടും ഇതേ രീതിയിലൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും മുട്ടയും മൈദയും വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കിഡിലെ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.